തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് അംഗീകാരം നൽകി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ച വേളയിലാണ് കരാർ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം, വ്യാപാര നിക്ഷേപ സാധ്യതകൾ, തന്ത്രപരമായ ബന്ധം എന്നിവ കൂടുതൽ ശക്തമാക്കുകയാണ് കരാറുകളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശന വേളയിൽ അന്തിമമാക്കിയ വ്യാപാര ഉടമ്പടിക്കാണ് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്നതാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ. കരാർ നിലവിൽ വന്നതോടെ ഇന്ത്യയിലെ 98% ഉൽപ്പന്നങ്ങളും നികുതിയില്ലാതെ ഒമാനിലേക്ക് കയറ്റുമതി ചെയ്യാനാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാനും സാധിക്കും. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകളിൽ തുണിത്തരങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, ജെം ആൻഡ് ജ്വല്ലറി, പ്ലാസ്റ്റിക് തുടങ്ങിയവയാണ് തീരുവയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. ഉൽപ്പാദനം, സേവനങ്ങൾ, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര തടസ്സങ്ങൾ കുറക്കുന്നതിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കരാർ സഹായിക്കും. ഇന്ത്യയുമായി ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷ്യസുരക്ഷ, പ്രവാസി തൊഴിൽ ശക്തി എന്നീ മേഖലകളിൽ ശക്തമായ ബന്ധമാണ് ഒമാനുള്ളത്. ഒമാനിൽ നിക്ഷേപം നടത്തുന്ന 10 മുൻനിര രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുന്നുമുണ്ട്. മീഡിയ 1, മസ്കത്ത്.